ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ രണ്ടാമതായി തോന്നുന്ന പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഈ വില്ലന്മാര്. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഹരിശങ്കറിന് ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയത്? ഇവർക്ക് എങ്ങനെയാണ് ആ ഓവർഡോസേജ് അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാൻ കഴിഞ്ഞത് എന്നാണ്. അത് ഇതിന്റെ ഡയറക്ടർ സ്പൂൺ ഫീഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ്ലി ആ വിഷ്വലി തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇയാള് ഫോൺ എടുക്കുന്നതായിട്ടും ഫോൺ വിളിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഇയാൾക്ക് ഈ മയക്കുമരുന്ന് കിട്ടാനുള്ള വഴി ഫോണായിരിക്കും. ഫോൺ വഴി ആരെയും ബന്ധപ്പെടുത്തി വരുത്താനായിരിക്കും നോക്കിയത്. ഹരിശങ്കർ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസുകാരനാണ്. ഈ വില്ലന്മാര് മറ്റ് പലരെയും കൊല്ലാൻ ശ്രമിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിലുണ്ടായ ഒരു ഇൻസിഡന്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അതീവ പ്ലാൻ ചെയ്തിട്ടുള്ളതായിട്ട് ഹരിശങ്കറിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹരിശങ്കറിനോടുള്ള ദേഷ്യം അയാളോടും അയാളുടെ കുടുംബത്തോടും ഈ വില്ലന്മാര് ജയിലിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും പ്ലാൻ ചെയ്ത് നടപ്പാക്കും എന്നൊരു തിരിച്ചറിവ് ഹരിശങ്കറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹരിശങ്കർ ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയത് അറിയുന്നുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ ഇവരുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുവഴിയുള്ള കോളുകൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുവഴിയായിരിക്കാം ഹരിശങ്കറിന് ഇവരുപയോഗിക്കുന്ന മയക്കുമരുന്നിൽ വിഷമോ അല്ലെങ്കിൽ ഓവർഡോസ് ആയിട്ടുള്ള കോൺസെൻട്രേഷനോ ആഡ് ചെയ്യാൻ പറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. താങ്ക്